വർഷം 1960. മംഗോളി എന്നറിയപ്പെടുന്ന ഒരു സാധാരണ ഗ്രാമം. പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു സാധാരണ ഗ്രാമം പോലെ തന്നെയായിരുന്നു. ചെറിയ വീടുകൾ, പച്ചപ്പുള്ള വയലുകൾ, മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമം. അവിടെ താമസിച്ചിരുന്നവർ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. വേട്ടയാടിയും കൃഷി ചെയ്തും തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നവർ. എന്നാൽ ആ ഗ്രാമത്തിലെ ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവർ ദൈവത്തോട് വിശ്വാസം മാത്രമല്ല, ഭയം കലർന്ന വിശ്വാസം പുലർത്തിയിരുന്ന ആളുകളായിരുന്നു. ആ ഗ്രാമത്തിലെ സമ്പത്തിനും ഐശ്വര്യത്തിനും കാരണം തങ്ങളുടെ ദൈവമായ കാട്ടുദേവതയാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ വേട്ടയ്ക്ക് പോകുന്നതിനു മുമ്പും കൃഷി തുടങ്ങുന്നതിനു മുമ്പും പുതിയ വിളവെടുപ്പിനു മുമ്പ് പോലും അവർ കാട്ടുദേവതയെ പ്രാർത്ഥിച്ചു. കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ വിളവ് അവർ ദേവതയ്ക്ക് സമർപ്പിച്ചു. എന്നാൽ ആ ദേവതയെ പൂജിക്കാനോ എല്ലാവർക്കും അവകാശമുണ്ടായിരുന്നില്ല. ആ അവകാശം ഗ്രാമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് മാത്രമായിരുന്നു. അവരെ പ്രമാണികൾ എന്ന് വിളിച്ചു. സമ്പത്തിൽ ഉയർന്ന ആളുകളായിരുന്നു ഇവർ. കാടിന്റെ നടുവിലായി വലിയ മരങ്ങൾക്കിടയിൽ ഒരു പഴയ അമ്പലം, അതിൻ്റെ ചുറ്റും ഉയർന്ന വേലികൾ. ആ വേലിക്കുള്ളിലേക്ക് സാധാരണക്കാരായ ആളുകൾക്ക് പ്രവേശനമില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് വേലിക്കപ്പുറം നിന്ന് നോക്കുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ ആ ഗ്രാമത്തിലെ എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമുണ്ടായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന അവരുടെ ദേവതയുടെ ഉത്സവം.